എഴുന്നേൽക്കൂ വത്സ, എഴുന്നേൽക്കൂ. ഓം ജഗദ്ഗുരു. പുത്രീ ദുഃഖമാണല്ലേ? എല്ലാം നാം അറിയുന്നു. സവിധത്തിലെത്തിയത് ഭാഗ്യമായി. പുത്രിയെ നാം സംരക്ഷിച്ചുകൊള്ളാം. ആദ്യം അവളെ നേരിൽ കൺപാർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ചെയ്യാ സ്വാമി. ഓം ജഗദ്ഗുരു. ഓം ജഗദ്ഗുരു. ഈ ഫോട്ടോയിൽ കാണുന്നത് കാഷായ വസ്ത്രധാരിയായ ഞാൻ തന്നെയാണ്. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ദേവി മഹാമായേ. ഉണ്ണി പറഞ്ഞതനുസരിച്ച് ഭ്രാന്ത് അഭിനയിക്കുന്നവരെ പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ടേ? അത് നാളെയാണ്. ഞാനിവിടെ ഒരു ഹോമം നടത്തും. മറ്റു കാര്യങ്ങൾ വഴിയെ അറിയിച്ചോളാം. ഞാനിപ്പോ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്. മയങ്ങിയും കിടന്നാൽ മതി. രാമം ദശരഥം വിദ്ധിമാം വിത്തി ജനകാത്മജാം. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങുകയാണ്. കുട്ടി ഉറങ്ങാൻ പോവുകയാണ്. കുട്ടി ഉറങ്ങാൻ എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഭഗവാൻ കൃഷ്ണന്റെ നാമധേയമുള്ള ഒരു ചെറുപ്പക്കാരനുമായി ഈ കുട്ടി പ്രണയത്തിലായിരുന്നു അല്ലേ? ഉണ്ണികൃഷ്ണനെ പറ്റിയ അവൻ വിചാരിച്ചാലേ ഈ ഭ്രാന്ത് ശമിക്കൂ. അവൻ നാട് വിട്ടുപോയി സ്വാമി. അവനെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിച്ചു എന്നുള്ളതല്ലേ സത്യം? സാരമില്ല, അവൻ വരും. ഞാൻ വരുത്തും. നാളെ ഇവിടെ ഒരു ഹോമകുണ്ടം പുകയണം. അതിൽ പൂജിക്കുന്ന ഭസ്മം ഉണ്ണികൃഷ്ണൻ രോഗിയുടെ മുഖത്തെറിയണം. എല്ലാം ശുഭമാകും. നമുക്ക് സമയമായി. എറിയണമെങ്കിൽ ഉണ്ണീഷ വരുമോ സ്വാമി? വരും. കർമ്മങ്ങൾ ചെയ്യാം. കൂടെ വരും. ഇതാണ് ഞങ്ങളുടെ ലോക്കൽ സ്വാമി, സ്വാമി കുഞ്ഞിഷ്ണാനന്ദ. കുഞ്ഞു കൃഷ്ണാനന്ദ. അങ്ങനെ ഒരു നാമം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. കാശിയിലോ ഗംഗാതടത്തിലോ ഹിമാലയത്തിലോ ഈ മുഖം കണ്ടതായി ഓർക്കുന്നുമില്ല. നാം ഹരിയാനയിലെ ഒരു ഗുഹയിലായിരുന്നു. വല്ല ദുഷ്കർമ്മവും ചെയ്ത് പോലീസിനെ പേടിച്ച് ഗുഹയിൽ ഒളിച്ചതാവും. അല്ല, തപസ്സായിരുന്നു. ഓഹോ. ആട്ടെ, വേദോപനിഷത്തുകളിലൊക്കെ നല്ല അവഗാഹമുണ്ടോ? അഗവാഹം. എന്ത്? അഗവാഹമല്ല, അവഗാഹം ഉണ്ടോ? ഒരുപാട് കപട സന്യാസികൾ നാട്ടിലിറങ്ങിയിരിക്കുന്ന കാലമാണേ. സാമവേദത്തിലെ ദർശനങ്ങളെ അതക്കരിച്ച് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. ഓ, അതിനെന്താ? പക്ഷെ 9 മണിക്ക് ശേഷം നാം സാമവേദം തൊടാറില്ല. സ്വാമി അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചാൽ ഒരു ദിവസം 9 മണിക്ക് മുമ്പായിട്ട് എവിടെയാച്ചാൽ നാം വരാം സംവാദത്തിനേ. അച്ഛനെന്നെ വിളിച്ചോ? വാ. നാട് വിട്ടുപോയ നീ തിരിച്ചു വന്ന് അറിഞ്ഞ് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരാള് നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആരാച്ചാ? പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. ഇത് കംസനല്ലേ അച്ഛാ? സ്വന്തം പെങ്ങളുടെ മക്കളെ കൊല്ലാൻ നടക്കുന്ന കംസൻ. പക്ഷെ കംസൻ ഇപ്പോ ഉണ്ണികൃഷ്ണന്റെ സഹായം എന്തോ വേണത്രേ. ഉണ്ണികൃഷ്ണൻ ഇനി ഒരു ദൗത്യമേ ബാക്കിയുള്ളൂ. അതെന്താണ്? കംസവധം. ഏതോ ഒരു സിദ്ധം പറഞ്ഞത്രേ അയാള് ജപിച്ചിരുന്ന ഭസ്മം നീ ഇയാടെ മകളുടെ ദേഹത്തിട്ട് അവിടെ ഭ്രാന്ത് മാറുമെന്ന്. അങ്ങനെ അവളുടെ ഭ്രാന്ത് മാറിയിട്ട് എനിക്കെന്താ പ്രയോജനം? കേട്ടില്ലേ? എന്താ വേണ്ടച്ചാ ചോദിച്ചോളൂ ഉണ്ണീഷ. ഓ, എന്ത് ചോദിച്ചാലും ഉടനെ തരുന്ന ആളാന്നറിയാം. ഞാനിപ്പോ പഴയ ആളല്ലുണ്ണി. ഒരുപാട് കൈപ്പിഴകൾ പറ്റിപ്പോയി, അബദ്ധങ്ങളിൽ ചെന്ന് ചാടി. അതെല്ലാം മറക്കുക. ഉണ്ണിക്കിപ്പൊ എന്താ വേണ്ടത്? വാക്കുമാറ്റത്തിൽ ബിരുദം എടുത്ത ആളാണല്ലോ അമ്മാവൻ. അതറിഞ്ഞുകൊണ്ട് ചോദിക്കുക. ഞാൻ വരാം, ഭസ്മം അറിയാം. പക്ഷെ ഭ്രാന്ത് മാറിയാൽ അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. എന്തു പറയുന്നു? എനിക്ക് എന്റെ മോടെ സൂക്കേട് മാറി കണ്ടാ മതി.
അങ്ങനെ കെട്ടണമെങ്കിൽ ഈ ശരീരത്തിലെ ശ്വാസം നിലക്കണം. നിലച്ചതിന് ശേഷം അവര് കെട്ടിക്കോളൂ. നീ എന്നതാടാ പോയി പറയുന്നത്? അന്ന് പേരിനൊരു താലി കെട്ടിയിരുന്ന ഈ പ്രശ്നം വല്ലതും ഉണ്ടാവായിരുന്നു. താലി കെട്ടാൻ നോക്കിയപ്പോഴല്ലോ നിലവിളക്കൊണ്ട് അവൾ എന്നെ തലക്കടിച്ചത്. ഓ, ഭസ്മം എറിഞ്ഞാ ഭ്രാന്ത് മാറൂ? അതെന്നാ ഭസ്മോടാവേ? നമ്മുടെ ചികിത്സ പോലെ അവിടെ ഭ്രാന്ത് ഒരു അഭിനയമാണോ? താൻ എന്തെങ്കിലും ഒരു പ്രതിവിധി പറയടോ. എനിക്കൊന്ന് ആലോചിക്കണം. എന്റെ കർത്താവെ, ചാള കുഴയുന്നല്ലോ കുഴഞ്ഞല്ലോ. ഓം ജഗദ്ഗുരു ഓം രാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാമയോധ്യാമാടീവം കിത്തികിച്ചാത്തതായതാസുഖം കൃഷ്ണായ ചിത്രബ്രഹ്മായ ഓം ശ്രീരാമം ദശരഥം വിദ്യമാം വിദ്യജനകാത്മജാമയോധ്യാമാടീവം വിദ്യകിത്താച്ചതായതാസുഖം ഓം ശ്രീകൃഷ്ണായ ചിത്രബ്രഹ്മ സർവനമസ്കർമ്മങ്ങൾ ചുടലേക്ഷി വാഗേക്ഷി സ്വാഹ 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 ഓം ജഗദ്ഗുരു ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന്ന പ്രചോദയാത് ഇന്ദുലേഖായ ചിത്രബ്രഹ്മായ ഉണ്ണികൃഷ്ണായ സ്വാഹ. എന്തോ ഞാൻ ചൊല്ലുന്ന മന്ത്രം ഏറ്റുചൊല്ലണം. ഓ, പ്രതീക 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 പ്രദക്ഷ 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 പ്രചോദിത 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 അർപ്പണേ സ്വാഹ. അർപ്പണേ സ്വാഹ. കൈനീട്ടു കൈനീട്ടു. കൈനീട്ടാൻ ജഗന്യന്താവിനെ ധ്യാനിച്ച് ആ മൂർധാവിലേക്ക് എറിയ. എളുപ്പമാവട്ടെ എളുപ്പമാവട്ടെ. നിർത്തൂ. ഭസ്മമറിയാൻ വരട്ടെ. ഈ കർമ്മത്തിന്റെ പുറകിലുള്ള ഉദ്ദേശം മഹനീയമാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം തിരിച്ചു കിട്ടുമെങ്കിൽ നമ്മളെല്ലാം അതിൽ സന്തോഷിക്കുകയുള്ളൂ. ഉണ്ണി അവളെ വിവാഹം ചെയ്യും. അതിലും എനിക്ക് വളരെ വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ത്രികാലജ്ഞാനികളായ ചില ഗുരുക്കന്മാരുമായി ഞാൻ ചർച്ചകൾ നടത്തി. ഈ ഭസ്മം എറിഞ്ഞാൽ അതോടെ അവളുടെ കാഴ്ചശക്തി ഇല്ലാതാകും. അവൾ അന്ധയാകും. ആര് പറഞ്ഞു ഈ അസംബന്ധം? ആരും പറയും ഇത് അസംബന്ധമാണെന്ന്. ആ കുട്ടിയുടെ അസുഖം മാറണം, അത്രയല്ലേ വേണ്ടൂ. ഒരാപത്തും വരുത്താതെ ഞാനത് മാറ്റും. ഞാനെന്ന് വെച്ചാൽ എന്റെ ഗുരു അത് മാറ്റും. അഥവാ ഭ്രാന്ത് മാറിയില്ലെങ്കിലും അവളെ പരിണയിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതാണ് ത്യാഗം. വത്സ, ഉണ്ണികൃഷ്ണ, നീ ഭസ്മം എറിയൂ. ഹിന്ദുവിന്റെ കണ്ണുപൊട്ടാൻ പോകുന്നു. ഓം ശാന്തി ശാന്തി. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ, നാലായി പിരിഞ്ഞുടനെ, അഞ്ചായി പിരിഞ്ഞുടനെ, ആറായി പിരിഞ്ഞുടനെ, ഏഴായി പിരിഞ്ഞുടനെ, എട്ടായി പിരിഞ്ഞുടനെ, 9ആയി പിരിഞ്ഞുടനെ. വത്സ കുഞ്ഞികൃഷ്ണാനന്ദ്. ഇതെന്റെ ഗുരു ബ്രഹ്മർഷി പരമാനന്ദ ഗുരു. ഇദ്ദേഹത്തെക്കാൾ കേമനായി മറ്റൊരു സിദ്ധൻ ഈ അണ്ടകടാഹത്തിലില്ല. സ്വാമിൻ, ഈ അബലെ രക്ഷിക്കൂ. നവമേച്ചിരിക്കുന്നു വത്സ. ഭഗവാനേ, ഏത് പമ്പര വിഡ്ഢിയാണ് പറഞ്ഞത് ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന്? ഈ കുഞ്ഞിന് ഭ്രാന്തില്ല. പിന്നെ ഇവൾക്കെന്താ ജലദോഷപ്പനിയാണോ? എന്നിൽ താഴ്ന്നവരുമായി ഞാൻ സംവാദത്തിൽ ഏർപ്പെടാറില്ല. ഈ ശരീരത്തിൽ കുടിയിരിക്കുന്നത് ഒരു ബാധയാണ്. ചണ്ടാല ഭിക്ഷുകി. അവൾ ഇറക്കി വിട്ടാ മതി. ഇറക്കി വിടാൻ നമുക്കറിയാം ശിഷ്യ. ഓം ഭൈരവി. മാറി നിൽക്കൂ. എനിക്കൊരു രഹസ്യമന്ത്രം ഉപദേശിക്കാനുണ്ട്. എന്റെ ഭ്രാന്ത് മാറി എന്നത്രയും പെട്ടെന്ന് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ തൊലി ഉരിച്ചുളയും. കയളഹ്രീം ബീജം സഹളഹ്രീം ശക്തി അസഹളഹ്രീം കീലകം മഹാത്രിപുര സുന്ദരി പ്രസാദേ. ദുർഭൂതമേ, ചണ്ടാല ഭിക്ഷുകി, ഒഴിഞ്ഞുപോ, 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 ഒഴിഞ്ഞുപോ. ഒഴിയില്ലല്ലേ? ഒഴിയില്ലല്ലേ? അടിക്കരുത്.
ഹേ ദുർമൂർത്തേ, ചണ്ടാല ഭിക്ഷുകി, നിന്നെ നാം വെട്ടിക്കറി കണ്ടം തുണ്ടമാക്കാൻ പോവുകയാണ്. ചാക്കോ, ഇനിയും കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ വെട്ടി ഞാൻ കണ്ടം തുണ്ടമാക്കും. ഒന്നിനും മടിക്കാത്തവനാണ് ഞാൻ. നോമി ബാധയെ വെട്ടിക്കീറി പുറത്തിയടിക്കാൻ പോവുകയാണ്. ആരും ഞെട്ടണ്ട. ദേഹത്ത് മുറിവുകൾ ഉള്ളതായി തോന്നും, രക്തം വാർന്നൊലിക്കുന്നതായി തോന്നും. പടരരുത്, ഭയക്കരുത്. ഒന്നും യഥാർത്ഥമല്ല. മുറിവേൽക്കുക ബാധയ്ക്ക് മാത്രമാണ്. 1 മുതൽ 5 വരെ എണ്ണം. അതിനുള്ളിൽ നീ പുറത്തു പോയില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി, നിന്റെ അന്ത്യമാണ്. ഇവൻ കള്ളനാണ്, ഇവനെ പിടിച്ച് കെട്ട്. ആഹാ, ഇപ്പോഴെനിക്ക് മനസ്സിലായി. ഇവൻ ചണ്ടാല ഭിക്ഷുകിയുടെ സേവകനാണ്. രക്ഷിക്കാനല്ല, ഇവൻ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവനെ പിടിച്ചു കെട്ട. എടാ നിന്നെ ഞാൻ വിടൂ, നമ്മ വിടൂ. 1, 2, 3, 4, 5. ഓം ഭുവനേശ്വരി. ഇവളുടെ ശവമാണോ നിങ്ങൾക്കൊക്കെ വേണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ദുവിന് ഭ്രാന്തില്ല. ഭ്രാന്ത് അഭിനയിച്ചതാ, ഞാൻ പറഞ്ഞിട്ട്. ഇനി മതി, എല്ലാം ഇന്നത്തോടെ തീരണം. അടുക്കരുത്. അമ്മാവന്റെ ദുരാഗ്രഹമാണ് എല്ലാത്തിനും കാരണം. ഇനി ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എതിർക്കാൻ ധൈര്യമുള്ള കാട്ടാളന്മാർക്ക് മുന്നോട്ട് വരാം. നിങ്ങൾക്കറിയോ, ഇവൾ ഇവിടെ കിടന്ന് ഈ അടി മുഴുവൻ കൊണ്ടതും മരിക്കാൻ വരെ തയ്യാറായതും എനിക്ക് വേണ്ടിയാ. എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. വ്യാജ മരുന്നുകൾ കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ ആ കഴിവ് പോരാ. വിടറാ. ഈ ആണത്തെ നീ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു ഉണ്ണി. നല്ലവനായ ഒരു സുഹൃത്തിനെ സഹായിക്കാനാണ് ഞാൻ വന്നത്. പക്ഷെ ആ വരവ് കൊണ്ട് എനിക്ക് വ്യക്തിപരമായ ചില ഗുണങ്ങളുണ്ടായി. മറ്റൊന്നുമല്ല, വർഷങ്ങളായ ആളുകളെ ചതിച്ചും ദ്രോഹിച്ചും നടന്നിരുന്ന ഒരു പിടികിട്ടാ പുള്ളിയെ കൈയെത്തും ദൂരത്ത് കണ്ടുമുട്ടാനിടെ ഞാനൊരു പോലീസുകാരനാണേ. എടാ ചാക്കോ, മിസ്റ്റർ കുഞ്ഞീഷ്ണൻ, ഇതുപോലുള്ള ലോക ഫ്രോഡുകളെ കൂട്ടുപിടിച്ച് ആസ്പിരിനാദി ലേഖ്യവും ജലൂസിലാദി വടകവും ഉണ്ടാക്കി അത് നാട്ടുകാരുടെ വയറ്റിൽ പ്രയോഗിക്കരുത്. മനസ്സിലായോ? ഇവനെ ചൂടാറാതെ ലോക്കപ്പിലാക്കണം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക്. കുഞ്ഞീഷ, കരിക്ക് കൊണ്ടുവരാ. കുടിക്കാ കുടിക്കാ. വരാ വരാ. ഈ വിദ്യ അല്ലാതെ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ മറ്റു വഴിയില്ല. കുറച്ചു ദിവസം ഈ ഭ്രാന്തഭിനയം, അത് കഴിഞ്ഞ് സാധാരണ ജീവിതം. അത്യാഗ്രഹങ്ങൾ മാറ്റിവെച്ച് വീട്ടുകാരെ അനുസരിച്ച് അവർ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെയും കെട്ടി അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നതാണ് ഇനി ആരോഗ്യത്തിന് നല്ലത്.